രണ്ട് മന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മോൻസ് ജോസഫിനാണ് പ്രഥമ പരിഗണന. രണ്ടാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അപ്പു ജോൺ ജോസഫ് മന്ത്രിസഭയിലെത്തും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അബു ചീഫ് വിപ്പാകും. ലെബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. ലെബി, ഗുഡ് മോർണിംഗ്. അപ്പോൾ 10 സീറ്റിൽ മത്സരിച്ചിരുന്നതാണ്. കോൺഗ്രസ് ആവശ്യപ്പെട്ടു 2 സീറ്റ് വിട്ടു നൽകി. 8 സീറ്റിൽ മത്സരിച്ചു, അതിൽ 7 ജയിച്ചു. 1 സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. കോൺഗ്രസിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇനി അതല്ല, ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമോ കേരള കോൺഗ്രസ്? ശ്രുതി, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ മത്സരിച്ച 2 സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കുന്നു. ഷിയാസ് പറഞ്ഞതുപോലെ തിരിച്ച് തൃക്കരിപ്പൂറും കാഞ്ഞങ്ങാടും തമ്മിൽ വെച്ചുമാറ്റം നടത്തുന്നു. ഇതിൽ ഈ ഒരു സീറ്റ് ഒഴികെ, കാഞ്ഞങ്ങാട് സീറ്റ് ഒഴികെ അവിടെ വിജയസാധ്യത കണക്കാക്കിയിരുന്നുമില്ല. ബാക്കി 7 സീറ്റുകളിലും വലിയ വിജയം നേടി എന്നത് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ ക്ലെയിം. അതുകൊണ്ട് തന്നെയാണ് 2 മന്ത്രിസ്ഥാനം. അതിലൊരു കാര്യം കൂടിയുണ്ട്. ഒരു MLA മാത്രമുള്ള ഘടകകക്ഷിക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കുന്ന സാഹചര്യത്തിൽ 2 മന്ത്രിസ്ഥാനത്തിന് തങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. എന്നാൽ ഒടുവിൽ ഇതിന് വിട്ടുവീഴ്ചയൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വന്നേക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യ മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് മോൻസ് ജോസഫിന് തന്നെയായിരിക്കും. മുൻ മന്ത്രിയാണ്, കടുത്തുരുത്തിയിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു കയറുന്നു, അദ്ദേഹത്തിന് തന്നെയായിരിക്കും. അതിനുശേഷം ഒരു മന്ത്രിസ്ഥാനം കൂടി ലഭിച്ചാൽ അത് PJ ജോസഫിന്റെ പാർട്ടി ചെയർമാൻ കൂടിയായ PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. എന്നാൽ തോമസ് ഉണ്ണിയാടനും ഇവിടെ ക്ലെയിം ഉന്നയിച്ച് നിൽപ്പുണ്ട്. ഉണ്ണിയാടൻ നേരത്തെ ചീഫ് വിപ്പായ ആളാണ്, പാർട്ടിയിലെ മുതിർന്ന നേതാവുമാണ്. എങ്കിലും അബുവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സൂചന തന്നെയാണ് കേരള കോൺഗ്രസ് വൃത്തത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനമായിരിക്കും കേരള കോൺഗ്രസിന് ലഭിക്കുക. അങ്ങനെയെങ്കിൽ ആ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫ് വരും എന്നുള്ള സൂചനയും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കേരള കോൺഗ്രസ് അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ മന്ത്രിസ്ഥാനം, രണ്ടാമത്തെ മന്ത്രിസ്ഥാനത്തിന് പകരം ചീഫ് വിപ്പ് സ്ഥാനം ലഭിക്കുക എന്നുള്ള ഒരു നിലപാടായിരിക്കും അവസാനം സ്വീകരിക്കുക. എങ്കിലും 2 മന്ത്രി വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു ചിത്രം അല്പസമയത്തിനകം കൃത്യമായി തന്നെ അറിയാം. ഏതായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ക്ലെയിം ചെയ്യാൻ ഇത്തവണ അവകാശമുണ്ട് എന്ന് തന്നെ പാർട്ടി കരുതുന്നു. കാരണം മത്സരിച്ച 7 ഇടങ്ങളിലും വിജയം നേടി. അതിൽ പല ഇടങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് MLA മാർ വിജയിച്ചു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ 2 മന്ത്രിസ്ഥാനത്തിന് അർഹരാണ് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ശരി, ലെബി സജീന്ദ്രനാണ്.